എന്റെ അച്ഛന് ആക്ച്വലി ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്. കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാ. പൊതുവെ നമുക്ക് ഈ കേൾക്കുന്ന ഈ ഷുഗറും പ്രഷറൊക്കെ ഉള്ളവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നല്ലേ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ടെസ്റ്റുകൾ, കുറെ ടെസ്റ്റുകൾ ഉണ്ടല്ലോ, എക്കോയോ TMT അങ്ങനെയുള്ള കുറെ ടെസ്റ്റുകൾ. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാനത് ഇങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുക. നീ ഇതുവരെ ട്രോപ്പോണിൻ ചെക്ക് ചെയ്തില്ലേ? ട്രോപ്പോണിൻ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ, അതെന്താണ്? ട്രോപ്പോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ മസിൽസ് ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ആണ്. അപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിന് എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ട്രോപ്പോണിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൂടുതലായിട്ട് രക്തത്തിൽ കാണപ്പെടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ മസിൽസിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്, ഡാമേജ് ഉണ്ടെന്നാണ്. ട്രോപ്പോണിൻ കൂടുതലായിട്ടുള്ള ആളുകളിൽ 10 വർഷത്തിനുള്ളിൽ ഹാർട്ടിന് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അമേരിക്കൻ സ്റ്റഡീസ് പറയുന്നത്. ഇത് ഒരു 500 രൂപ മുതൽ 600 രൂപ വരെ ആ റേഞ്ചിലുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. സാധാരണ ആൾക്കാർ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും, ടോട്ടൽ കൊളസ്ട്രോൾ, LDL HDL ഒക്കെ ചെക്ക് ചെയ്യില്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇതും ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഈ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്താൽ ഹാർട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും, നേരത്തെ അറിയാനായിട്ട് പറ്റും. ലാബിൽ പോയി ഡയറക്ട്ലി പറഞ്ഞാൽ മതിയോ? നീ അത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ട്രോപ്പോണിൻ എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ട്രോപ്പോണിൻ I, ട്രോപ്പോണിൻ C, ട്രോപ്പോണിൻ T. അപ്പൊ ഈ I എന്ന് പറയുന്നതും T എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് മസിൽസിൽ മാത്രം കാണപ്പെടുന്നതാണ്. പക്ഷെ C എന്ന് പറയുന്നത് ഹാർട്ട് മസിൽസിലും സ്കെലറ്റൽ മസിൽസിലും കാണുന്നുണ്ട്. ട്രോപ്പോണിൻ I ചെക്ക് ചെയ്താലും മതി. അങ്ങനെ നാളെ തന്നെ പോയി അത് ചെക്ക് ചെയ്യാം.